ഇത്തിരി ടെൻഷനുണ്ട് കുട്ടികൾ ബാക്കിൽ ഏൽപ്പിച്ചിട്ട് ഡ്രൈവിംഗ് സ്റ്റഡിയാക്കാന്നുള്ളത്. പ്രാക്ടീസാണ്, നിങ്ങൾ അപ്പായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നാളുള്ള വേ പോയല്ലോ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ. വെൽക്കം ബാക്ക് ടു മലബാർ മഞ്ചത്തി യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ വ്ലോഗ് മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നത്തെ ദിവസത്തെ പോലെ തന്നെ ഇന്നും നമ്മുടെ വ്ലോഗിലൂടെയാണ് ഞാൻ വരുന്നത്. അപ്പം ഇന്ന് പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല. കാർ ഡ്രൈവിംഗ് ക്ലാസ് പോകണം, പിന്നെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് കിടക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ആയുധം എനിക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോറി, ഇഷുക്ക് നാഷ്ട കൊടുക്കണം. ഉമ്മ നാഷ്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ വെച്ചിട്ട് എന്നെ വിളിക്കുകയാണ്, വാ 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 എന്ന് പറഞ്ഞിട്ട്. ചായ തന്നെയാണ്, ചായ തന്നെയാണ്. അങ്ങനെ സേമിയാണ് ഇട്ടതാ, സേമിയാണ് ഇങ്ങനെ ചൂട് ചൂട് സേമിയ. ഇനി കാണിക്കാൻ വേണ്ടി കൈ പൊല്ലി ആവശ്യക്കാണ് കേട്ടോ. സേമിയുണ്ട്. രാവിലെ തന്നെ ചിക്കൻ വറുത്തിട്ടുണ്ട്. ചായയും സേമിയാണ് കേട്ടോ കഴിക്കുന്നത്. ചിക്കൻ കഴിക്കാൻ പറയണം, അത് ഇഷ്ടതാണെന്ന് ഉമ്മ. ഞാനിന്റെ മോളുമ്മ മോളായാലും അവർക്കാറുണ്ടോന്നു. സൗണ്ട് കുറക്കും, സൗണ്ട് കുറക്കും. ഇഷു ചിക്കൻ വേണോ? കഴിച്ചില്ല. അതുകൊണ്ട് ചിക്കൻ ഞാൻ കഴിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ 4th ഡേ ആണ് കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. താക്കോലുണ്ട് കയ്യിൽ? ഉണ്ടാ? അല്ല ഔത്തേ രണ്ട് താക്കോലോട് വെച്ചിറപ്പേ വന്ന് അർജുൻ നീ കീഴ് പോയിട്ട് താക്കോൽ കൊടു. എപ്പോഴും ഇതാണ് കേട്ടോ പ്രശ്നം, കീ തപ്പിക്കൊണ്ടിരിക്കും. അപ്പം ഇന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൂടാണ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നത്. കുട്ടികൾക്ക് സ്കൂൾ ലീവാണല്ലോ, അപ്പോൾ അവരെ ഞാൻ കൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞമ്മക്കൊന്ന് പോവാം. പിന്നെ കുറച്ചൊന്ന് വാട്ടർ പിടിക്കട്ടെ. അവിടെ നിന്ന് നിപ്പിച്ചിട്ട് വാട്ടർ എടുക്കുന്ന കാര്യമല്ല. അപ്പോൾ വാട്ടർ ഒന്ന് കുടിക്കാൻ എടുക്കട്ടെ. വേറെ ഉമ്മ ഗ്യാസ് അല്ല, സോറി, വെള്ളം ഇല്ലേ, പക്ഷെ ചുടുവെള്ളമാണ് വേണ്ടത്. തൽക്കാലം തണുത്ത വെള്ളം തന്നെ എടുക്കാം. ഫീവറാണ് നോർമലി. അത്ര മതി. പൈസ എടുക്കണം. എല്ലാം മറന്നാൽ എങ്ങനെയാ? അപ്പം ഓ മൈ ഗോഡ്, തിരക്കുള്ള സമയത്തുള്ള സാധാരണ ഡേസ്. ഓക്കെ, ചെറുപ്പിട്. യാറപ്പ് ടൈമായി എന്ന് പറഞ്ഞാൽ കുട്ടികൾ റെഡി ആവുന്ന കാര്യം ആരില്ല കേട്ടോ. അവർ റെഡി ആവുന്ന സംഭവം തന്നെ ഇല്ല. പൈസ ശരിയുണ്ടല്ലോ. ഓക്കെ, ഇന്നോരോ ₹2000 പെട്രോൾ വയ്ക്കണം. 2000 ഡെയിലി 1000 rupees പെട്രോൾ വെച്ച് കൊണ്ടിരിക്കുകയാണ്. ഉമ്മൻ്റെ ഗ്രൗണ്ടിലോട്ടൊന്ന് കൊണ്ട് കൂടുതലാവും. വണ്ടി വരുന്നപ്പാ. അവർക്ക് മൊയ്സിന് വരാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഡെയിലി ടി വി നോക്കണല്ലോ. ഞാനിവിടെ അത്യാവശ്യം റെഡി ആവാണ്. ഇപ്പം ചെറുപ്പിടെ, പിങ്ക് ചെറുപ്പിടെ എവിടെ ഉണ്ടോ? എൻ്റെ ചെറുപ്പ് ഞാൻ റെഡിയാക്കാണ്. ഏതെങ്കിലും ഒന്ന് ഇട്. ബാ, ഇപ്പം ഡിമാട്ട് ഇതാക്കാൻ പറ്റില്ല. ബാ കാലിട്. വണ്ടിൻ്റെ ബാക്കിൽ നിൽക്കണം കേട്ടോ. ഫ്രണ്ടിൽ ഉമ്മച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ വരും. എനിക്ക് കുട്ടികളെ കൂട്ടി പോകുമെന്ന് പറയുമ്പോൾ എന്തായാലും ഉമ്മ പോയിട്ടുണ്ടാവും താഴെ. അല്ല ഓക്കെ,
ചുടുവെള്ളം ഞാൻ വെച്ചതൊക്കെ ഉമ്മച്ചി എടുക്കും. ഉമ്മൻ്റെ റൂമിൽ കൊണ്ടുപോകും. ബാ 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 ഓ ചെയ്യുന്ന നോക്കോ. മൊബൈൽ ഇത്ര എടുക്കാവുന്നേ. കാലി തരിപ്പോ പോ. ഈ ನಮ್ಮ ಮೊಬೈಲ್ പിരാന്തിരിക്കാൻ പാടില്ല. അവിടെ പോയിട്ട് ഇതൊക്കെ നോക്കാറില്ല. അപ്പോ തൊടല്ലേ വണ്ടി. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, പോ പോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. യാലല്ല വന്ന യാറബ്ബേ. ഇവിടുന്ന് ഞാൻ കൂട്ടി പോണ. ബാ 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 ടൈമായി. ബാ മൊയ്ജ്. മൊയ്ജ നീ ബാക്കിലിരിക്കണം. ഉമ്മച്ചി പ്രാക്ടീസ് ചെയ്യാനാണ് കേട്ടാ. കറങ്ങാൻ പോകുന്നല്ല. യെസ് ഗുഡ് ബോയ്. ഫൈറ്റ് ആക്കരുത് കേട്ടാ. ಬಾ ಉಮ್ಮ ಬಾ ಇಡ್ರ. ಸೀಟ್ ಬೆಲ್ಟನಾ? ಹೌದೌದು ಡಿಸ್ಟರ್ಬ್ ಆಗ್ತದಲ್ಲ ಕಣಿ. ಅವರು ಪಿಲ್ಲು ಎಲ್ಲ ಇಟ್ಟಿರ್ತಾರೆ. ಡೌಟ್ ಬರ್ತದೆ ಇಲ್ಲ ಆಗ್ತಾ ಇಲ್ಲ ಅದು. അങ്ങനെ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്. ಆಯ್ತಾ ಎಂದ ಆಯ್ತಾ? ಹಾಂ ಅದೇನು ಸರಿ ಆಯ್ತು ಈಗ. ಯಾರಬ್ಬ ಕಾರ್ಲು ಮಣ್ಣು ಬಂದಿತ್ತು. ಹಾಂ ಇಲ್ಲ 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 ടയർഡല്ല. ഇത്തിരി ടെൻഷനുണ്ട്. കുട്ടികൾ ബാക്കിൽ ഏൽപ്പിച്ചിട്ട് ഡ്രൈവിംഗ് സ്റ്റഡി ആക്കാന്നുള്ളത് പ്രാക്ടീസാണ്. എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് റെഡി നോക്കാം. മൊയ്സ ഈശോ സൗണ്ട് ആക്കരുത്. വന്നാൽ പോയാൽ ഗെയിംസ് ഞാൻ പറഞ്ഞല്ലേ. വീട്ടിൽ ടൈമില്ല നിങ്ങൾക്ക്. ಇತರ ಪಾಡಿಲ್ಲ ಆಗೋದಿಲ್ಲಲ್ಲ. ಅದು ಅವರ ಹತ್ರನೇ ಹೋಗಿ ಸರಿ ಮಾಡಿಸ್ಬೇಕಷ್ಟೇ. ಫಸ್ಟಿಂದನೇ ಪ್ರಾಬ್ಲಮ್ ಅದು. ನೀವು ಒಂದು ವೇಳೆ ಇಲ್ಲಿ ಸ್ಟೋ ಆಯ್ತು ಒಂದು ಹಾರ್ನ್ ಕೊಡ್ಬೇಕು, ಈಗ ಈಚೆ ತರಬೇಕು, ಹೀಗೆ ಹೋಗ್ಬೇಕು, ಹೀಗೆ ಶೋಲ್ಡರ್ ಲೆವೆಲ್ ಬರೋದು, ಹೀಗೆ ಟರ್ನ್ ಆಗುತ್ತೆ. ಒಂದು ಚೂರು ಸ್ಟೋ ಆದ್ರೆ ಸ್ವಲ್ಪ ಬಂದಾಗ್ತದೆ, ಅದು ನಿಮ್ಗೆ ಜಿರ್ಜಿರ್ ಆಗ್ತದೆ. ಹಾಗೆ ಮೇಲೆ ಬಂದು ಪುನಃ ಕೈ ಸರಿ ಮಾಡಿ. നമ്മൾ ഈ ഒരു റോഡുണ്ടല്ലേ ഭയങ്കര ടഫാണ്, ടഫ് പോവാണ്. അപ്പം അതാണ് ഇറക്കുന്നതും കയറ്റുന്നതും. അതൊന്ന് കുറച്ച് സ്റ്റഡി ആയാൽ പെർഫെക്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ അപ്പായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നാളുള്ള വേ പോയല്ലോ, ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണോ ബിഗ് ടേൺ അങ്ങനെയുള്ള റോഡിലാണ് പോയത്. അപ്പോൾ എന്താ നമുക്ക് സ്റ്റിയറിങ്ങും ബാലൻസ് ആവും. പിന്നെ നമ്മൾ സ്കാരി ഉണ്ടാവുമല്ലോ, പേടി ഉണ്ടാവുമല്ലോ, അത് പോവും. അപ്പോൾ നോക്കാം നമ്മൾ ഇന്നത്തെ ഡ്രൈവിംഗ് ക്ലാസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഉമ്മാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റിലുണ്ടാവും കേട്ടോ ഏത് നിമിഷവും. പക്ഷേ കോൺഫിഡൻസും കൂടുതലാണ് അല്ലമ്മ. ബാക്കിലൊക്കെ ഞാൻ പറയുന്നതെല്ലാം ശരിയാണ്. ചീത്ത പറിച്ചൽ കേൾക്കുമ്പോൾ നല്ല രസം കേട്ടോ. ചീത്ത പറിച്ചൽ ഭയങ്കരമായിട്ട് കേൾക്കണം സംടൈംസ്. ಮತ್ತೆ ಡ್ರೈವಿಂಗ್ ಹಾಕೊಂಡ್ಬಿಡಿ ಅದು ಅಲ್ಲ ಅಮ್ಮನ. ನಾನು ಡ್ರೈವಿಂಗ್ ಮಾಡೋದು ಮಕ್ಕಳು ಅವನು എടുക്ക, നീ എടു. ഷോ ഇത് ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂലേ, പിന്നെ കിട്ടോ. ನೋಡಿ ಅದರಿಂದ ರಾಂಗ್ ಸೈಡ್ ಅಲ್ಲಿ ಗಾಡಿ ಬರ್ತಿರ್ತಾರೆ. ನಿಮ್ಮ ಬ್ಯಾಲೆನ್ಸ್ ಒಂಚೂರು ಆಚೆ ಮಾಡ್ಕೊಳ್ಬೇಕು, ಒಂದು ಹಾರ್ನ್ ಕೊಡಬೇಕು, ತುಂಬ ಕೇರ್ಫುಲ್ ಆಗಿರಬೇಕು. ನೋಡಿ 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 ಮಾಡಿದೆ ನೋಡಿ. ಈಚೆ ಬನ್ನಿ ಆಯ್ತಾ, ಲೆಫ್ಟ್ ಬನ್ನಿ. ಸ್ವಲ್ಪ ಲೆಫ್ಟ್ ಇರಲಿ. ನೀವು ಖಾಲಿ ಮಾಡಿಡಲ್ಲ, ಮತ್ತೆ ಯಾರಾದ್ರೂ ಯೂಸ್ ಮಾಡ್ತಾರಲ್ಲ. ಮೊನ್ನೆ ಅವರು ಕಣ್ಣೂರಿಗೆ ತಗೊಂಡು 2 ಮಿನಿಟ್ ಓಡಿಸಿದ್ದು ಅಷ್ಟೇ. ಇರ್ತೇನೆ ನಾನು, ಅದೆಲ್ಲ ಲೆಸ್ ಮಾಡುವುದಿಲ್ಲ.
ಜನ ಬರ್ತಾರ ಅಂತ ಹೋಗ್ತದೆ. ಅದು ನೀವು ಅದೊಂಚೂರು ನೋಡ್ಬೇಕಾಯ್ತಾ, ಅದೊಂದು ಕೇರ್ಫುಲ್ ಆಗಿರ್ಬೇಕು. ഞാൻ റോഡിലാണ്, വേറെ വഴിയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്നലത്തെ കൂടി ഇന്ന് ബെറ്ററാണ്, പേടിയൊക്കെ മാറി. അൽഹംദുലില്ലാ. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ് ഡ്രൈവിങ് ചെയ്യാൻ. പക്ഷെ എന്തായാലും ഒരു ലോങ് ഇങ്ങനെ പോകണം കേട്ടോ, ഒരു എല്ലാ സ്റ്റഡി കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ ഒരു ഇന്ന് എനിക്കൊന്ന് എന്താ വെച്ചാൽ വായിലിങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. മുമ്പൊക്കെ ഇങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. ഇന്ന് ഞാൻ തന്നെ ഒരു കുറച്ച് ഇങ്ങനെ ഉറപ്പാട് വലിയ വില വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മക്കാണെങ്കിൽ ഒരു ഗ്രൗണ്ട് വേണം, ഒരു 4 to 5 days. കാരണം അത് ക്ലച്ചും ക്ലച്ചില്ലല്ലോ, മറ്റേ എസ്കലേറ്ററും മറ്റേ ബ്രേക്കിൻ്റെ. അപ്പോൾ ഉമ്മത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പ്രാക്ടീസ്. പക്ഷെ ഉമ്മക്ക് ലെഗ് പ്രാക്ടീസ് ആയി ഓൾമോസ്റ്റ്. പിന്നെ ടേർണിങ് ഉണ്ടതാണ്, അത് കുറച്ച് ഉമ്മക്ക് മനസ്സിലാവാൻ പാടാണ്, അവർ പാടായില്ല. അപ്പോൾ ഗ്രൗണ്ട് നോക്കിയില്ല. അപ്പം നമ്മൾ ഇന്ന് കുഞ്ഞുങ്ങളെ കൂടെയാണ് ഡ്രൈവ് ചെയ്തത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ കുഞ്ഞുങ്ങൾ നമ്മൾ ബാക്കിലുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നോക്കട്ടോ. എത്ര പെട്ടെന്ന് നമ്മൾ സ്ലോ ചെയ്യാനും ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കും. പിന്നെ ഈ ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. ഇന്ന് മാഷാഅല്ലാഹ് നന്നായിട്ട് അവർ ഇരുന്നിട്ടുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് വരുമ്പോൾ, ഞാനാണ് ഞാനാണ് ഡ്രൈവിങ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, ശ്രദ്ധിച്ചിട്ട് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, അവർക്ക് ഹാപ്പിയാണ്. എന്തായാലും നമ്മൾ ഉമ്മ പറഞ്ഞ ഗ്രൗണ്ടാണ് കേട്ടോ ഇത്, ബൺട്വാൾ ഉമ്മാൻ്റെ നാട്ടിലത്തെ ഗ്രൗണ്ടാണ്. ഉമ്മ ചിരിക്കുന്നതെന്ന്, ഉമ്മ എന്തിനാ ചിരിക്കുന്നു ഉമ്മ പറഞ്ഞ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഉമ്മ ഒരു ഗ്രൗണ്ട് തന്നെ വാങ്ങേണ്ടി വരും ഒരു വർഷത്തേക്ക് ഉമ്മ ഡ്രൈവിങ് ചെയ്യാൻ. അപ്പോൾ ಇದೇ ಗ್ರೌಂಡ್ ಓಟ ಪಡಿಕಾನು ಬಸ್ ಪಡಿಕಾನಕ್ಕೆ ಆಳ್ಕಾರು വരുന്നുണ്ട്. ಅത്ര ವಲ್ದುಂಟು, ತುಂಬ ದೊಡ್ಡದಿದೆಯಲ್ಲ ಗ್ರೌಂಡು, ಅದಕ್ಕಿಂತ ದೊಡ್ಡದುಂಟು. ಬಟ್ ನನಗೆ ಒಂದೇ ಡಾಗ್ ಇದೆ ಅಂತ ಅಷ್ಟೇ ಒಂದು ಭಯ. ಒಳ್ಳೆ ഉണ്ടല്ല ഉമ്മ. കാരണം കുറച്ച് വലിയ വീതിയുള്ള ഗ്രൗണ്ട് കിട്ടിയാലുണ്ടല്ലോ നല്ല രസമായിട്ട് ഓട്ടണം തിരിക്കാനൊക്കെ പഠിക്കട്ടോ. പിന്നെ റോഡിൽ കൂട്ടിക്കൊണ്ടാണ് പേടിയാണ്, പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ മൈൻഡ് പെട്ടെന്നൊന്നും വരില്ലല്ലോ, അത് നമ്മൾ ഇപ്പിക്കാൻ മാത്രമാണ്. സംടൈംസ് നമ്മൾ ലെഗിൽ തന്നെ ബ്രേക്കൊക്കെ കൊടുക്കേണ്ടി വരും. വണ്ടി വിടാനത് ഈസിയാണ്, പക്ഷെ സിറ്റിയിലൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് ടെൻഷനാവും. എനിക്കിന്ന് സിറ്റിയിൽ നിന്ന് ജംഗ്ഷനിൽ നിന്ന് ടെൻഷനായി. മൊയ്സ് നോക്കുന്ന ഇഷു ആണെങ്കിൽ ഗെയിംസിലാണ്. ഇഷുവിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, മൊയ്സാണ് പാവ എടുത്തത്. എടുത്തറ നീ പിന്നെ എടുത്തിട്ട് മൊബൈൽ മൊയ്സിൻ്റെ അടുത്ത് കൊടുക്കുന്നു. നീ എടുത്ത നല്ല രസമായിരുന്നല്ലേ മൊയ്സ, ഫുൾ എൻ്റെ കാണുമായിരുന്നു. നീ ഇങ്ങനല്ല നീ പിന്നെ സാറാണ് കേട്ടോ, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കംഫർട്ടബിൾ ഫീലാണ് കേട്ടോ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്കും അങ്ങനെ കംഫർട്ടബിൾ ഫീലുണ്ട്. സോ അതാണ് വേണ്ടത് ഏറ്റവും. നമുക്ക് നല്ല ഡ്രൈവേഴ്സ് കിട്ടുന്ന പറഞ്ഞാലോ ഭയങ്കര പാടാണ്. പിന്നെ കേരളത്തിലൊക്കെ സെൽഫ് ഡ്രൈവർ ഒരുപാടുണ്ടാവുമായിരിക്കും, ഇവിടെ ഇല്ല കേട്ടോ അത്ര ഒന്നും. ഡ്രൈവിംഗ് ക്ലാസ്സിൽ തന്നെ പോകണം, പക്ഷേ സെൽഫ് ഡ്രൈവറിൽ കിട്ടുന്നതും അത്ര ഒന്നും പഠിപ്പിക്കില്ല, അവർ റിസ്ക് എടുക്കണമെന്ന് വരില്ല. പക്ഷെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല ഇതിക്ക് മുമ്പ് ഞാൻ പോയതെല്ലാം അറിയാമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡ്രൈവിംഗ് ഇപ്പം കിട്ടിയതുള്ളത് ഞാൻ ഇത്രയ്ക്ക് ഓടിക്കാനുള്ള പെർഫെക്റ്റ് ಅಂದರೆ ഇപ്പം മനസ്സിലായില്ല ഞാൻ ഇത്രയ്ക്ക് ഓടിക്കുമ്പോൾ എത്ര പെർഫെക്റ്റേഷൻ ഉണ്ട് എനിക്ക്, എത്ര കോൺഫിഡൻസ് ആയെന്നുള്ളത്. പേടിപ്പിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആകണ്ട ഇങ്ങനെ ആക്കണ്ട എന്നൊക്കെ ഒരു എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്നത്. പൊയ്ക്കോ മുന്നോട്ട് പൊയ്ക്കോ, അങ്ങനെ ഒരു മോട്ടിവേറ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്കറിയത്തില്ല. അപ്പോൾ 4th ഡേ അല്ലേ ഇന്ന്. ഫസ്റ്റ് ഡേ ഞാൻ ഗ്രൗണ്ട്, സെക്കൻഡ് ഡേ റോഡിൽ, തേർഡ് ഡേ റോഡിൽ കൊണ്ടുപോയി. ഇന്ന് ഫോർത്ത് ഡേ ഇവിടെ ബൺട്വാൾ ഉമ്മാൻ്റെ നാട്ടിൽ വന്നു. സോ ഇത് ഈസി വേ ആണ്, ഇവിടെ ഒന്നും അത്ര പ്രോബ്ലം ഇല്ല. ഇന്നാലെ പോയത് ടഫസ്റ്റ് റോഡായിരുന്നു. സോ അത് ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ അളവും അപ്പും ഡൗണും എല്ലാം ആയിരുന്നു. അതിനൊരു ലെഗിൻ്റെ ഒരു കലിയായിരുന്നു. ബ്രേക്കിന് ചവിട്ട എസ്കലേറ്റർ, ബ്രേക്ക് എക്സിലേറ്റർ, അത് തന്നെ ആയിരുന്നു. പിന്നെ ലെഫ്റ്റ് റൈറ്റ് ആ ഒരു ടാസ്ക് പോലെ ആയിരുന്നു. പക്ഷേ വണ്ടി പഠിച്ചാലുണ്ടല്ലോ അടിപൊളിയാണ്,
എനിക്കൊരു ഡ്രീമാണ് കേട്ടോ. എന്തായാലും ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, കാറിൻ്റെ ഡ്രൈവിൽ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ആണ് കാർ ഡ്രൈവിംഗ് പോകുന്നുള്ളത്. ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നു കേട്ടോ. അപ്പോഴേക്ക് വീട്ടിലേക്ക് ഗസ്റ്റ് വന്നതാണ്. അതായത് ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ പെണ്ണ് നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ വന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഉപ്പ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ വന്നിട്ടുണ്ട്.